നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇറങ്ങി തന്നെ കാണാലോ. ഇപ്പൊ ആ ഒരു സ്ട്രീറ്റുകൾ നടന്നാൽ തന്നെ കാണാം എത്ര പേര് അവിടെ ഇരിക്കുന്നത്. അതൊക്കെ ഒന്ന് കുറഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിദാരിദ്ര്യം മാറി എന്നൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ഒരുപാട് ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ജീവിക്കുന്നത്. ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പോലും ഒരു നിവർത്തിയില്ല. ഞങ്ങൾക്ക് ദുരിതത്തിന് ദുരിതം. ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് ഒരിക്കലും ദാരിദ്ര്യത്തിൽ നിറഞ്ഞ ഒരു നാട് തന്നെയാണ്. ആദിവാസി മേഖലകളാണ് ഞങ്ങളുടെ നാട്ടില്. അവിടെയൊക്കെ ദാരിദ്ര്യം തന്നെയാണ്. ഒരിക്കലും സർക്കാർ വരുന്ന ശരിയായ ന്യായം അല്ല. ആയതിനെ മഞ്ഞക്കാട് നിർത്തലാക്കിയിട്ട് വേണം എന്ന് പറയാൻ. കേരളം അതിദാരിദ്ര്യമുള്ള ആൾക്കാർക്കാണ് മഞ്ഞ. അതിന് താഴെയാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അതിദാരിദ്ര്യം ഇവിടെ ഉണ്ട്. അതിദാരിദ്ര്യം ഉണ്ടെന്നുള്ളതിന് തെളിവാണല്ലോ മഞ്ഞക്കാട് നിർത്തലാക്കൽ തുടരാത്തത്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കാണ് അവരെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. സർക്കാർ പറഞ്ഞു പോലും ജനം പറഞ്ഞു എന്നതുകൊണ്ടല്ല. ഓരോ വ്യക്തികൾക്കും ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാട്. കണക്കിൽ മാത്രമേ ഉള്ളൂ, നമ്മുടെ അറിവിൽ വന്നിട്ടില്ല. യോജിക്കാൻ പറ്റുന്നില്ല. ഇലക്ഷൻ വന്നതുകൊണ്ടല്ലേ. ഒരു പ്രഖ്യാപനങ്ങളുണ്ട്, എന്തെങ്കിലും നടക്കണുണ്ടോ? സർക്കാരിന്റെ പ്രഖ്യാപന പേപ്പർ മാത്രം ഒരു ഒതുങ്ങണമായിരിക്കുള്ളൂ, അത് പറയാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ അവരെ മൊത്തത്തിലെടുത്ത് നോക്കിയിട്ടൊന്നല്ല അവർ പറയണത്. ഇല്ലാത്തവൻ എന്നും എങ്ങനെയാണോ ജീവിച്ചു പോകണം, ഇന്നും കൂലിപ്പണി എടുക്കുക, ആ വീട്ടിലെ കാര്യങ്ങൾ നടത്താം, നാളെ ജോലിക്ക് പോവാം. അല്ലാതെ സേവിങ്സ് ഒന്നും സംഭവം ഉണ്ടാവില്ല. ഓൺ ദ പേപ്പർ ചിലപ്പോൾ ആയിരിക്കാം, പക്ഷെ നോക്കുമ്പോൾ അവർക്ക് ക്ലെയിം ചെയ്യാൻ അവരുടേതായ റീസൺസ് കാണും. പക്ഷെ എനിക്ക് തോന്നുന്നത് സ്റ്റിൽ വി ആർ ഇൻ ദാറ്റ് പിറ്റ് ഓൺലി.